ആഫ്റ്റർ 2 വീക്സ് അപ്പോൾ നമ്മൾ സിംബേൻ്റെ കൈ അഴിക്കാൻ പോകും ഗൈസ്. അപ്പോൾ എന്താ സ്ഥിതി എന്ന് അറിയില്ല, അഴിച്ചു നോക്കിയാൽ അറിയാം പെയിൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അതെന്താണെന്ന് വെച്ചാൽ സിംബയ്ക്ക് വയ്യാത്തതും കൊണ്ടാണ് ഇപ്പോൾ ട്രാവലൊക്കെ പോകാത്തത്. പിന്നെ ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് നാളാവും ഇത് ബെറ്റർ ആവാൻ, കാരണം ലെഗ്മെൻ്റ് ഇറങ്ങി വന്നതും കൊണ്ട് എന്തായാലും കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് എന്തായാലും അഴിക്കണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത്. ബട്ട് ഇപ്പം നമ്മുടെ ചേച്ചീൻ്റെ കല്യാണത്തിൻ്റെ പരിപാടീസിലാണ്, അത് കാരണമാണ് ഇപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. നമ്മൾ തന്നെ അഴിച്ചു നോക്കുന്നത്. അഴിച്ചിട്ട് അവന് പെയിൻ ഉണ്ടെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അഴിച്ച് കഴിഞ്ഞിട്ട് പെയിൻ ഉണ്ടെങ്കിൽ എന്തായാലും കൊണ്ടുപോകുന്നതായിരിക്കും. ഇതിപ്പോൾ ഇത്രയും ലോഡ് അവൻ്റെ മേത്ത് കെട്ടിയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഡൗട്ട് ആയിരുന്നു, കാരണം നമ്മൾ കെട്ടാൻ നേരത്ത് ഇത്രയൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ഇത് ഒരുപാടുണ്ട്. ഇത് അവസാനം അഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചത് എത്ര ഉണ്ടായിരുന്നു ഇവൻ്റെ കയ്യിൽ ചുറ്റുന്നു. ഓൾറെഡി അവൻ കൈ ഇങ്ങനെ ബാക്കോട്ട് വെച്ചിട്ട് നടന്നുകൊണ്ടിരുന്നത്, കാരണം അത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു. സിംബയ്ക്ക് ഇപ്പോൾ എന്ത് വയ്യുണ്ടെങ്കിലും നമ്മൾ ട്രീറ്റ് ചെയ്ത് സെറ്റ് ആയിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവനിപ്പോൾ വയ്യാത്തതും കൊണ്ട് നമ്മൾ കുറച്ച് ട്രാവൽ കുറവായിരിക്കും, എന്നാലും നമ്മൾ കം ടു ദ ട്രാക്ക്. ഓക്കെ, വിൽ ബാക്ക് സൂൺ. പിന്നെ നമ്മൾ ഈ സിംബേനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു, കാരണം നമ്മൾ ഓൾറെഡി 10K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇവിടെ വരെ എത്തിയത്. പിന്നെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത്രയും രോമം ഇതിൻ്റെ കൂടെ പോകുന്നു. ഇത് നോക്ക്, ചെറുക്കൻ്റെ കാല്, ഈ കാല് അനാഥനായിപ്പോയി. ഓ ഷിറ്റ്, ഇത്രയും സാധനം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. കെട്ട് വെച്ച് കഴിഞ്ഞിട്ടും ചെറുക്കൻ്റെ കാലങ്ങടെ നിലത്തുറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം കുറച്ച് നേരം ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലായിരുന്നു, പിന്നെ അതങ്ങനെ പൊക്കോട്ടെ എന്ന് വെച്ച് വിട്ടു. എന്നിട്ടും മച്ചാൻ്റെ കാല് അങ്ങനെ സ്റ്റഡി ആയി നിൽക്കുന്നില്ലായിരുന്നു. മച്ചാൻ ഓൾറെഡി കാലിങ്ങനെ ഹാങ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, കാരണം പെയിൻ ഒന്നുമില്ല, അവൻ്റെ നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നീര് പോയി, കാല് സ്റ്റഡി ആയി. ഇപ്പം ആ കാലിനെന്തോ കട്ടി കുറഞ്ഞ് ചെറുതായ പോലെ ഉണ്ട്. പക്ഷെ എന്താണേലും അവൻ്റെ കയ്യിലിരിപ്പിന് ഒരു കുറവില്ല, നല്ല കടിയാണ്.